ഹലോ യൂട്യൂബ്, വെൽക്കം ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫൈനലി SF250 എടുത്തിട്ടോ. അറ്റ്ലാസ്റ്റ് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്തു ഈ ഒരു മുതൽ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് SF250ക്ക് ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പുതിയ SF250ക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറല്ല, സി ഹിയർ ഇറ്റ് സേസ് ഫ്ലെക്സ് ഫ്യൂൽ. യെസ്, ഇന്ത്യയിലെ ആകെയുള്ള E85 കമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ വണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയന്റ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഈ ഒരു ഫ്ലക്സ് ഫ്യൂൽ വേരിയന്റും അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ടാങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ എഴുതിയിട്ടുണ്ട് E20 മീൻസ് ഇപ്പോഴത്തെ എല്ലാ OBD2 കംപ്ലൈന്റ് വണ്ടികളെല്ലാം E20 ആണ്. അത് കൂടാണ്ട് ഇപ്പോഴുണ്ടോ E85. യെസ്, ഇതിൽ നമുക്ക് ഏകദേശം 85% എത്തനോളും 15% പെട്രോളും യൂസ് ചെയ്തിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കും അതിനെന്താണ് ഇത്ര വലിയ കഥ എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കാം. അതിനൊരു കാരണമുണ്ട്. ബിക്കോസ് അവർ ഈ ഒരു വണ്ടിയുടെ നമ്മുടെ ഇരിക്കുന്ന ഈ എത്തനോൾ വേരിയന്റിന്റെ, അതായത് ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റിന്റെ ഇന്റേണൽസ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ടാങ്കൊക്കെ തുറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഉള്ളുഭാഗമൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും മനസ്സിലാവില്ല. കാരണം ഈ ഒരു എത്രത്തോളം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മോയ്സ്ചർ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് വാട്ടർ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇന്റേണൽസ് ഒക്കെ കൊറോസീവ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ തിരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ എഞ്ചിൻ പെർഫോമൻസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റിൽ ശ്രദ്ധിക്കുക. ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റ് ഇരിക്കുന്ന ഫ്ലെക്സ് ഫ്യൂൽ വേരിയന്റ് ഏകദേശം 28 bhp ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 27.9. യെസ്, ഓഫ് കോഴ്സ് 28 bhp ഇപ്പോൾ ഈ ഒരു വേരിയന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആവട്ടെ ഏകദേശം 26.5 ആണ്. ടോർക്കിൽ ചെറിയ പമ്പ് ഉണ്ട്, ഏകദേശം 22.5, അതായത് 0.2 ന്യൂട്ടൺ ടോർക്കും ഇത് അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെങ്ങും E85 ഫ്യൂല് ഇപ്പോൾ അവൈലബിൾ അല്ല. സോ ഇതൊരുമാതിരി 3G ഉള്ള സ്ഥലത്ത് 5G ഫോണും കൊണ്ടുവരുന്ന അവസ്ഥയാണ്. എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ നിലവിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ഫ്യൂൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി E20 കംപ്ലൈന്റ് ആയിട്ട് ഓടും. അതായത് നിങ്ങൾക്ക് 26 bhp കിട്ടുള്ളൂ. ഇത് ഭാവിയിൽ ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷനിൽ E85 വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാവിയിൽ E20 ഒക്കെ മാറും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ E30, E40, E60 ഒക്കെ ആവും. അങ്ങനെ കൂടി ഭാവിയിൽ E85 കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ അന്ന് 28 bhp കിട്ടും. ഇപ്പോൾ 26 bhp ആണ്. സോ ഫ്യൂച്ചർ പ്രൂഫ് ആണ്. സോ ഇതും സ്റ്റാൻഡേർഡ് തമ്മിൽ ഏകദേശം 2000 രൂപയുടെ വ്യത്യാസമുള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ നോ ബ്രെയിനർ. നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എന്തുകൊണ്ടും ചൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഈ ഒരു കളറാണ് എൻ്റെ പൊന്നെ. ഇത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു. കാരണം എനിക്ക് ഒറ്റ നടത്തി കണ്ടപ്പോഴത്തേക്കും പഴയ SF250യുടെ പാനൽ എടുത്തിട്ട് റെഡ് വണ്ടി കയറ്റി പോലെ തോന്നുന്നുണ്ട്, ഓർ വൈസ് വേഴ്സ അങ്ങനെയാണ് തോന്നിയത്. ഓവറോൾ ഈ സ്റ്റിക്കർ പറിച്ച് കളയാതെ ഇരുന്ന് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് മാച്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ വഴിയിലാണെങ്കിലും ഒരുപാട് പേര് നിർത്തിയിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് സൂപ്പർ ബൈക്ക് നോക്കുന്ന പോലെ എന്നല്ല. ഇതിൻ്റെയൊക്കെ പെയിൻ ക്വാളിറ്റി എടുത്ത് പറയണം, ഭാരമാണ്. സോ ഇതിനൊക്കെ മുമ്പ് ക്യാമറ ആംഗിളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയാം. ഞാൻ പുതിയ ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഹെൽമെറ്റ് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. KYT TT കോഴ്സാണ് യൂസ് ചെയ്യുന്നത് പുതിയതായിട്ട്. അപ്പോൾ ആംഗിളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ബോറാണെങ്കിൽ പറയാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ കിടക്കാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു LED ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പറ്റും. വളരെ താന്നിറങ്ങിയിരിക്കുന്ന ഒരു ഫ്രണ്ട് തന്നെയാണ്. കോൺട്രവേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി വൈസർ. നോക്കി, എൻ്റെ കൈ വെച്ചാൽ എത്ര ഉള്ളൂ. കുട്ടി വൈസർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വലിയ വൈസറൊക്കെ ആയിട്ടോ. പിന്നെ നാളെ നോക്കുകയാണെങ്കിൽ 300 mm ഡിസ്ക് കാണാനായിട്ട് പറ്റും. നോർമൽ ഡിസ്ക് ആണ്. പിന്നെ ABS റിംഗ് കാണാം. നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ബൈബിളുടെ ബ്രേക്സ് ആണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. ബട്ട് സാഡ്ലി റബ്ബർ റോസ് ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽ ബ്ലേഡ് ലൈൻ അല്ല, വിച്ച് ഇസ് ഷെയിം. പിന്നെ ഫോർക്കിന് ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സാധനം കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും അടിച്ചിട്ട് ഓയിൽ സീൽ പൊട്ടായിരിക്കാനാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്, വെരി നൈസ്. പിന്നെ പെയിന്റഡ് ആയിട്ടുള്ള മഡ് ഗാർഡ് കാണാം, വിച്ച് ഇസ് റിയലി നൈസ് ക്വാളിറ്റി. പറയാതിരിക്കാൻ വയ്യ, നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. വണ്ടി ഒറ്റയ്ക്ക് നിർത്തുന്നത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ എഞ്ചിൻ ശ്രദ്ധിച്ച് കാണാം. നിങ്ങൾക്ക് അവിടെ ലിക്വിഡ് കൂളിംഗ് ഒന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ആൻ ഓയിൽ കൂൾഡ് എഞ്ചിൻ. കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഇപ്പോഴും ഓയിൽ കൂൾഡ് ആക്കി വെച്ചേക്കുന്നത്. സുസുക്കി പ്രൗഡ്ലി ഇവിടെ എഴുതിയിട്ടുണ്ട്, സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം. വളരെ എഫിഷ്യന്റ് ആണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ വണ്ടി ഓവർ ഹീറ്റായി ഓഫായി പോയി എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ എവിടെയും കേട്ടില്ല. സോ അത് അതിന്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിക്ക് നോർമൽ ജിക്സർ 150 വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്നത് ഡയമണ്ട് കട്ട് വീൽസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഡോമിനറൊക്കെ ഉണ്ടല്ലേ, അവർ സിൽവർ ബിറ്റ്സ്. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു എക്സാക്ട് സെയിം ഫെയറിംഗ് ആണ്. ഇതിന്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ അപാരമാണ്. പാനൽ ഗ്യാപ്സ് ആയാലും എല്ലാം ഭയങ്കര ഈവൻ ആണ്. അൺഈവൻ ആയിട്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഐ തിങ്ക് ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡിൽ ഇപ്പോൾ ആ ജാപ്പനീസ് ക്വാളിറ്റി നിലനിർത്തുന്ന ഒരേ ബ്രാൻഡ് സുസുക്കിയാണ്. ഹോണ്ടയൊക്കെ അത് വിട്ടു, യമഹ മണ്ടേ വിട്ടു. സോ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു വണ്ടി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. വണ്ടിക്ക് ഇപ്പോഴും സ്ലിപ്പർ ക്ലച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഗിയർ ബോക്സ് സ്റ്റിൽ ഹാർഡാണ്. എനിക്ക് SF250യുടെ ആകെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. സെയിം ഗോസ് ഫോർ V-Strom. പിന്നെ 12 ലിറ്റർ ടാങ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു E20 ഓടിക്കാം, E20 മിക്സ് ചെയ്യാം, E85. അതായത് E20 അല്ലെങ്കിൽ E85 അല്ല, E20 to E85 ഈ റേഞ്ചിലുള്ള എന്ത് ഫ്യൂവൽ വേണമെങ്കിൽ E30 ആവാം, E40 ആവാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അത് കൂടാണ്ട് തന്നെ ഇവിടെ റൈഡ് കണക്റ്റിന് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ടിപ്പിക്കൽ ആ ഒരു ടേൺ ബൈ ടേൺ ആവിയേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും.
കിട്ടും. കൺസോൾ മാറ്റില്ല. ഞാൻ ആ വണ്ടിയിൽ കാണിച്ചു തരാം. എക്സാക്ട് സെയിം ആണ്. ഓക്കെ, പിന്നെ സീറ്റ് ഹൈറ്റിലോ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും മാറ്റില്ല. സീറ്റ് മെയിൻസ് 800mm. ബാക്കിലാണെങ്കിലും സ്റ്റെപ്പ് അപ്പ് ആണ്, സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പ് ആണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാബിൾ കൊടുത്തിട്ടുണ്ട്. ഇതും പെയിന്റഡ് ആണ്. ഈ ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഇസ് കൈൻഡ് ഓഫ് ബർഗണ്ടി പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ്. ടെയിൽ ടൈഡി കാണാൻ വളരെ വലുതാണ്. ടെയിൽ ലൈറ്റ് ഉണ്ട്. ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് അഗെയിൻ ഡിസപ്പോയിന്റിങ്. LED കൊടുക്കായിരുന്നു. പിന്നെ ആ ഒരു സുസുക്കിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ക്രോം ട്വിൻ പോർട്ട് എക്സോസ് കൂടെ കാണാം. ഐ തിങ്ക് ഐ പ്രിഫർ ബ്ലാക്ക് ലുക്ക്. അങ്ങനത്തെ ലുക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. സി ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ലുക്സ്. ഭയങ്കര സ്പോർട്ടി ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് വളരെ തെറിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. 150 സെക്ഷൻ ടയർ കാണാം. റേഡിയൽ ടയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 110 സെക്ഷൻ ടയറാണ് വരുന്നത്. നല്ല ടയേഴ്സ് ആണ്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ പറയാൻ വിട്ടുപോയി, ഒരു 41mm ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വരുന്നത്, വിച്ച് ഇസ് റിയലി ഗുഡ്. ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഹാൻഡ്ലിംഗ് അടിപൊളിയാണ്. ബാക്കിലെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷൂ കാണാനായിട്ട് പറ്റും. ഇറ്റ്സ് മീഡിയം ടു സോഫ്റ്റ് സെറ്റിംഗ്സ് ആണ്. ഒരുപാട് ഹാർഡൊന്നുമല്ല. ഫ്രണ്ടും അത് തന്നെ മീഡിയം സെറ്റിംഗ്സ് ആണ്. നല്ല സസ്പെൻഷൻ ആണ് വണ്ടിയുടെ. ഇവിടെ ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. നിറഞ്ഞിരിക്കണ ഒരു സാരി കാർഡ്. ഫെമിലിയർ ലുക്ക്. എനിക്ക് ഈ ടാങ്കിന്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമുണ്ടോ. ശരിക്കും ഒരു ബിഗ് ബൈക്ക് ഫീൽ ഇരിക്കുന്ന ഒരു ലുക്കാണ് ഈ ഒരു ടാങ്ക് വരുന്നത്. ശരിക്കും ആ ഒരു ക്ലിപ്പോൺ പൊങ്ങിയിരിക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടി ആ ടാങ്ക് ഒരു പൊക്കീസോ. ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ഒരു സ്പോർട്ടി ലുക്കാണ്. നമുക്ക് റൈഡിംഗ് മെഷീൻ നോക്കുവാണെങ്കിൽ ഇച്ചിരി സ്പോർട്ടിയാണ്. നമ്മുടെ RR3 അതിൻ്റെയൊക്കെ റൈഡിംഗ് മെഷീനാണ്. RR3 പൊട്ടിക്ക് അപ്രൈറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ RS200 അത്രയൊന്നും അപ്രൈറ്റ് അല്ല. പക്ഷേ വളരെ കംഫർട്ടബിൾ ആണ്. അതായത് നമ്മൾ ഒരുപാട് കയ്യിലേക്ക് വെയിറ്റിട്ടിരിക്കുന്നത് തോന്നുന്നില്ല. ഈവൻ ദോ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ കയ്യിലേക്കല്ല വെയിറ്റ് ഇടുന്നത്, നമ്മൾ ഈ ഒരു ലെവലിലേക്കാണ് വെയിറ്റ് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഗിയർ ഒക്കെ നോക്കുവാണെങ്കിൽ പഴയ അതേ സ്വിച്ച് ഗിയേഴ്സ് ആണ്. ഡീസൻറ്റ് ക്വാളിറ്റി എന്ന് പറയാനുള്ളൂ. പാസ് സ്വിച്ച്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ, എഞ്ചിൻ സ്വിച്ച്, സ്റ്റാർട്ടറും വരുന്നുണ്ട്. പിന്നെ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഒരു ചെറിയൊരു കുട്ടി വൈസറാണ്. യെസ്, നമ്മൾ അത്യാവശ്യം ഒരു 80 above ഒക്കെ പോകുകയാണെങ്കിൽ നന്നായിട്ട് കാറ്റ് മുഖത്തേക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല അടിക്കും. ഒരു 70-60 ഒക്കെ വരെ മാക്സിമം അത് പറ്റാവുന്ന പണി ചെയ്യും. അപ്പോൾ അല്ലാതെ അത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വൈസറൊക്കെ തുറന്ന് ഓടിക്കുകയാണെങ്കിൽ ആ കാറ്റ് മുഖത്തടിക്കുന്ന നന്നായിട്ട് ഫീൽ ചെയ്യും. മിറേഴ്സ് എനിക്ക് അങ്ങനെ പരാതിയൊന്നുമില്ല. നല്ല അടിപൊളി മിറേഴ്സ് ആണ്. എനിക്ക് വളരെ മീഡിയം ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. ബാക്കിൽ സസ്പെൻഷൻ ആണെങ്കിലും ഞാൻ പറഞ്ഞു മീഡിയം ടു സോഫ്റ്റ് ആണ്. സോ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇരിക്കുന്നുണ്ട് വണ്ടി. എൻ്റെ ഹൈറ്റ് 5.9 ആണ്. എനിക്ക് നോക്കി പ്ലാന്റഡ് ഫുട്ടാണ്. കാരണം ഈ സീറ്റിൻ്റെ ഇവിടെ ആണെങ്കിലും വലിയ വിട്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങളൊരു 5.7 ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈസിലി ഇരിക്കാനായിട്ട് പറ്റും. വണ്ടി ഞാൻ പറഞ്ഞ പോലെ കയറിയിരിക്കുമ്പോൾ വണ്ടി ഒന്ന് ഇരിക്കുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് വെറും 161 കിലോ ആണ്, വിച്ച് ഈസ് റിയലി ലൈറ്റ്. ഒരു 250cc ഭയങ്കര ലൈറ്റ് ആണ്. ഐ തിങ്ക് ഇപ്പോഴത്തെ 200cc, അതായത് ഡ്യൂക്ക് 200 വെച്ച് നോക്കുമ്പോഴത്തേക്കും എക്സൈസ് സെയിം വെയിറ്റ് ആണ്. റിയലി ലൈറ്റ്. അത് നമ്മൾ ഉന്തി തള്ളുമ്പോഴാണെങ്കിൽ ശരിക്കും അറിയാൻ വരുന്നുണ്ട്. നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുമ്പോഴാണെങ്കിലും ശരിക്കും ഒരു ലൈറ്റ് വെയിറ്റ്നെസ് ശരിക്കും അറിയാനായിട്ട് വരുന്നുണ്ട്. ബാലൻസ്ഡ് ആണ്. നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല. ഈവൻ നന്നായിട്ട് ഈവൻ ചെയ്തപോലെ തോന്നുന്നുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ SF250 ചെറിയൊരു വാക്ക് ഓൺ വീഡിയോ. ഞാൻ ജസ്റ്റ് ഈ ഒരു വണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി ഗുഡ് ഫ്രൈഡേ ആണ്, കാലിയാണ് പുറത്ത് മൊത്തം. സോ ഇതിന് പ്രൈസ് വരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് വേരിയന്റിന് 2,70,000 രൂപയാണ്. നമ്മുടെ ഫ്ലെക്സ് വീൽ ആവട്ടെ 2,72,000 രൂപയാണ്. അതായത് 2,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. നമുക്ക് ഏകദേശം 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇറക്കാം. ഈ വണ്ടിയുടെ ബുക്കിംഗ് എൻക്വയറീസിന് വേണ്ടിയിട്ട് നിങ്ങൾ വൈറ്റ്ലയിലുള്ള ബൈക്ക് സോണിൽ കോൺടാക്ട് ചെയ്യുക. ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും, ഇത് നോർമൽ സുസുക്കി ഷോറൂം അല്ല, ബൈക്ക് സോൺ ആണ്. അത് അവരുടെ പ്രീമിയം ഷോറൂമാണ്. കേരളത്തിലാകെയുള്ള ഷോറൂമാണ്. ഇവിടെയാണ് നമ്മുടെ ഹയാബൂസയുടെ അകത്ത് ഒരു GXX ഇരിക്കുന്നുണ്ട്, ഒരു ബ്ലൂ കളർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്കത് കാണിക്കാൻ പറ്റില്ല അടുത്ത് വന്നിട്ട്, ബിക്കോസ് അത് ബില്ലായ വണ്ടിയാണ്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് പോയി കാണിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഒരു V-Strom 800 ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് ഏകദേശം 3 കളേഴ്സ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു വൈറ്റ്, ഒരു ബ്ലൂ കളറാണ്. 2 ഈ ഒരു അറിയില്ല ഈ ഒരു കളർ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ, ആ പഴയ കളറിലെ ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്. അത് തന്നെയാണ്. ഇതിൽ ഫ്ലെക്സ് ഫ്യൂൽ നമുക്ക് ആകെ ഈ ഒരു കളറും മാറ്റ് ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ഒരു ബ്ലൂ കളർ ഫ്ലെക്സ് ഫ്യൂൽ അവൈലബിൾ അല്ല. എക്സോസിനോട്ടും കൺസോളും ഞാൻ കാണിച്ചു തരാം. കാരണം V-Stromൽ സെയിം എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് V-Stromന് ആക്ച്വലി ഈ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ പുതിയതിൽ. അതായത് ഫുൾ ഈ കളർ മാറ്റ് ബ്ലാക്ക്. ഇങ്ങനെ ഒരു പെയറിംഗ് അല്ല. ഇനി ഞാൻ കൺസോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല അതിൻ്റെയൊക്കെ സെയിം ആണ്. സോ ഇതാണ് അതിൻ്റെ ഒരു കൺസോൾ എന്ന് പറയുന്നത്. വലിയ ഫാൻസി ആയിട്ടുള്ള ഒന്നുമില്ല. നമുക്കിവിടെ ഒരു ബ്ലൂടൂത്ത് കണക്റ്റഡ് ഇത് കാണിക്കുന്നുണ്ട്. ചെറിയൊരു സ്പീഡോമീറ്റർ ഉണ്ട്. ഇവിടെ RPM മീറ്റർ ഉണ്ട്, വളരെ ചെറുതാണ്. ടൈം ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. മോഡ് വെക്കുവാണെങ്കിൽ സ്പെയറിംഗ് മോഡ്, ട്രിപ്പ് A, ആവറേജ് ഫ്യൂൽ എക്കോണമി, ട്രിപ്പ് B, ആവറേജ് ഫ്യൂൽ എക്കോണമി B, പിന്നെ ലൈവ് ഫ്യൂൽ എക്കോണമി ഒക്കെ കാണിക്കും. ബാറ്ററി വോൾട്ടേജ്, പിന്നെ ടോട്ടൽ എത്ര ഓടി എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഒരുപാട് ഫാൻസി ആയിട്ടൊന്നുമില്ല. നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൾ അലേർട്ട്, അത് കൂടാണ്ട് 10x10 നാവിഗേഷൻ ഇവിടെ കാണിക്കും. സ്റ്റിൽ LCD ഡിസ്പ്ലേ ആണ്, ഭയങ്കര പഴയതാണ്. ഞാൻ ഇതിൻ്റെ എക്സോസിനോടൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ അല്ല, അതിൻ്റെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 250 സുസുക്കി 250യുടെ എക്സോസ് നോട്ട്. സുസുക്കിയിലുള്ളൊരു പരിപാടിയാണ്. സുസുക്കിയിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവൻ തന്നെ ന്യൂട്രാണെങ്കിൽ കൂടെ ക്ലച്ച് പിടിക്കണം.
വളരെ സ്വീറ്റ് ആയിട്ടുള്ള എക്സോസോട്ടാണ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എക്സോസോട്ടാണ് കേട്ടോ. ഈ വണ്ടിക്ക് 23,000 കിലോമീറ്ററും അതും റഫ്യൂസ് ആയിട്ട് പോലും എന്ത് സ്വീറ്റാന്ന് നോക്കിയപ്പോഴും എക്സോസിനോട്ട് പയ്യെ കൈ കൊടുത്ത് കാണിച്ചു തരാവേ. സോ യാ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.